ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവെർട്ടറിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻവെർട്ടർ വീടുകളിലുള്ള എല്ലാവർക്കും ഉള്ള സംശയങ്ങളായിരിക്കും. ഇതിൻ്റെ LEDs കാര്യങ്ങൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഇതിൻ്റെ ബാക്കിലെ സ്വിച്ചുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് കംപ്ലൈൻ്റ് ആണോ, ഓവർലോഡ് കാണിക്കുമ്പോൾ തന്നെ പല ആളുകളുടെയും സംശയമാണ് ഇത് കംപ്ലൈൻ്റ് ആണോ, ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കണമെന്നൊക്കെ. അപ്പോൾ ഇതിനുള്ളൊരു ഉത്തരമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്കിത് തുറന്നു നോക്കി ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാം. ലുമിനസിൻ്റെ 1050 എക്കോ വോൾട്ട് മോഡൽ ഇൻവെർട്ടറാണ് ഈ ഒരു ഇൻവെർട്ടർ. അത്യാവശ്യം ഇന്ത്യയിലും കേരളത്തിലും തന്നെ നല്ല രീതിയിൽ സെയിൽ നടക്കുന്ന ഒരു ഇൻവെർട്ടറാണ്. നമുക്കറിയാം പല ആളുകളുടെയും വീട്ടിലെ ഇൻവെർട്ടറാണ്. 10 പേരുടെ വീട് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൽ ഒരു 4-5 വീടുകളിൽ എക്കോ വോൾട്ട് ആയിട്ടുള്ള ഇൻവെർട്ടറായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇൻവെർട്ടർ തന്നെയാണ്. നല്ല ബെറ്റർ പാക്കിംഗ് ആണ്. നമുക്ക് തുറന്നു നോക്കാം. നല്ല വെയിറ്റുള്ളൊരു ഇൻവെർട്ടറാണ്. നല്ല ഫിനിഷിംഗ് ആണ്. നല്ല മാറ്റ് ഫിനിഷിങ്ങിലാണ് ലൂമിനസ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു ഫ്യൂസും കൂടെ കാണാം നമുക്ക് മുകളിൽ. ഇതിൻ്റെ ലൂമിനസിൻ്റെ ഒരു വാറണ്ടി കാർഡാണ്. അതിൻ്റെ ഒരു ഫ്യൂസും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ. ഇതിൻ്റെ ബാറ്ററി 2 വയർ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് KCBയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്വിച്ച് ഉണ്ടാകും. നമുക്കിതിൻ്റെ LEDs എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് മെയിൻ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇത് ഫുൾ ടൈം നമ്മൾ ഓണാക്കി വെക്കണം. ഓണാക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ മോഡിലുള്ള ഫംഗ്ഷൻ ഒരിക്കലും കിട്ടില്ല. KCBയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇനി ഇൻഡിക്കേറ്ററിൻ്റെ സൈഡ് വരികയാണെങ്കിൽ ഫസ്റ്റ് മെയിൻസ് ആണ്. ഈ മെയിൻസ് ബ്ലിങ്ക് ആവുന്നതിൻ്റെ അർത്ഥം KCB ഫുൾ ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. KCBയിലാണ് വർക്ക് ചെയ്യുന്ന ആണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. ഈ മെയിൻസ് കത്താത്ത സമയം, അതായത് മെയിൻസ് ബ്ലിങ്ക് ആവാത്ത സമയത്തെല്ലാം എക്കോ ഓണായിരിക്കും. എക്കോ ഓണായിരുന്നാൽ അത് എക്കോ മോഡ് എന്ന് പറയുന്നത് ഇൻവെർട്ടർ മോഡാണ്. ഇത് ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്യുന്നുള്ള എന്ന ഇൻഡിക്കേഷനാണ് എക്കോ. ചാർജിങ് പിന്നെ നമ്മുടെ ബാറ്ററിയിൽ ചാർജ് ഇറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇൻവെർട്ടർ പ്രോപ്പറായിട്ട് ചാർജ് ചെയ്യുമ്പോഴാണ് ഈ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ആവുക. അപ്പോൾ ഫസ്റ്റ് 3 ഇൻഡിക്കേറ്റേഴ്സ് മെയിൻസ്, ചാർജിങ് ആൻഡ് എക്കോ. അത് കഴിഞ്ഞാൽ UPS മോഡാണ്. UPS മോഡിലോട്ട് വരുമ്പോൾ നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ അതുപോലത്തെ ഉപകരണങ്ങൾ UPS മോഡ് വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണത് കറക്റ്റായിട്ട് ഫ്ലക്ച്വേഷൻ ഇല്ലാതെ നമുക്ക് സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ കൂടെ ഇതിലുണ്ട്. ആ മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് UPS എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ആയിരിക്കും. അതിനുശേഷം ലോ ബാറ്ററിയുടെ ചാർജ് 10% ബിലോ ആകുമ്പോൾ നമുക്ക് ഈ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ആവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് ഷട്ട് ഡൗൺ ചെയ്ത് ഓഫാക്കി നമ്മൾ അതിനുശേഷം ചാർജ് ആക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതിനുശേഷം ഓവർലോഡ്. ഒരുപാട് ഉപകരണങ്ങൾ 750 വാട്ട്സോ അതിൽ കൂടുതൽ ഉപകരണങ്ങൾ ഇതിൽ വരുമ്പോൾ നമുക്ക് ഓവർലോഡ് വാർണിംഗ് തരും. ആ സമയത്ത് നമ്മുടെ ഉപകരണങ്ങൾ ഓഫാക്കിക്കൊണ്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്ത് പോകാൻ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ടൊന്ന് നോക്കാം. ബാക്ക് സൈഡിൽ സ്വിച്ചസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. നോൺ ടെക്നിക്കലായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ഇൻവെർട്ടറുകളിലും സെയിം ഫംഗ്ഷൻ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഇൻവെർട്ടറിൻ്റെ ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഫംഗ്ഷൻസും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ ചാർജിങ് എടുക്കുകയാണെങ്കിൽ ഇത് ചില ഇൻവെർട്ടറുകളിൽ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും ചാർജിങ് സമയത്ത്. ചാർജ് ഫില്ലായി കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. ചില ഇൻവെർട്ടറുകളിൽ ഇത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. ചാർജ് ഫില്ലായി കഴിഞ്ഞാൽ ഇത് ഓഫായി പോകും. അത് നമ്മളെ ഇൻവെർട്ടറിനെ ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ അത് നമ്മളൊന്ന് നോക്കി മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത് നോൺ ടെക്നിക്കലായിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ അറിയാവുന്നുണ്ടാവും. നോൺ ടെക്നിക്കലായിട്ടുള്ള ആളുകൾക്കാണ് നമ്മളിത് നോക്കി മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമ്മുടെ മെയിൻസ് കട്ട് ഓഫ് ആവുന്ന സമയത്ത് നമുക്കൊരു ഇൻഡിക്കേഷൻ, അതൊരു ബീപ്പ് സൗണ്ടും കൂടെ ഇൻവെർട്ടറിൽ നിന്ന് വരുന്നുണ്ട്. അതും ചില ഇൻവെർട്ടറുകളിൽ ഉണ്ടാവും. ചില ഇൻവെർട്ടറുകളിൽ ഈ ബീപ്പ് സൗണ്ട് വരണമെന്നില്ല. അതതിൻ്റെ ഒരു കംപ്ലൈൻ്റ് അല്ല. അത് അവരുടെ ഫംഗ്ഷൻ, അവരുടെ IC കാര്യങ്ങളെല്ലാം അവരെങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇൻവെർട്ടറിന് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലോട്ടൊന്ന് നോക്കി ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇതാണ് ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇവിടെ കറക്റ്റായിട്ടൊരു നല്ലൊരു കൂളിംഗ് ഫാൻ സിസ്റ്റം കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹീറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പുറന്തള്ളാനാണ്. അത് ഓരോ ഇൻവെർട്ടറുകളിലും ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ഇടതുഭാഗത്ത് വലതുഭാഗത്ത് അങ്ങനെയൊക്കെ ഓരോ ഇൻവെർട്ടറും അവരുടെ ഡിസൈനനുസരിച്ചിട്ടാണ് അവരത് ഫാന് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളത് 2 വയേഴ്സാണ്. ഒരു പോസിറ്റീവ്, ബാറ്ററിയിലോട്ട് കൊടുക്കേണ്ട പോസിറ്റീവ് വയറും നെഗറ്റീവ് വയറും. നമ്മളിത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതേപോലെ ഇതിൻ്റെ ഇൻപുട്ട് 3 പിൻ പ്ലഗ്ഗാണ്. ഇത് നമ്മൾ KCBയിൽ കണക്ട് ചെയ്യും. അതിനുശേഷം ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ പോർട്ടിൽ നിന്നാണ്.
നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ ഫ്യൂസാണ്. അതായത് പല സൈറ്റുകളിലും ഇതിൻ്റെ ഫ്യൂസ് മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് പുതിയ ഫ്യൂസ് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കാണിച്ചു ഒരു ഫ്യൂസ് അഡീഷണൽ വരുന്നുണ്ട്. ആ ഫ്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ആയി. ഇതിനായിട്ട് നമ്മൾ വലിയൊരു എമൗണ്ട് കൊടുത്തൊരു ടെക്നീഷ്യനെയോ ഒരു ഇലക്ട്രീഷ്യനെയോ സൈറ്റിൽ അറേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. ഈ ഫ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ പ്രോബ്ലം ഇവിടെ സോൾവ് ആവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഫ്യൂസ് കറക്റ്റല്ലേ, ഫ്യൂസ് പൊട്ടിയിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഫ്യൂസ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്, ഇതാ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഫ്യൂസ്. ഈ ഫ്യൂസിലൊരു കമ്പി കാണാം, അത് കറക്റ്റായിട്ട് അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്യൂസ് ഒന്ന് മാറ്റിയിട്ടാൽ മതി. അടുത്തത് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ മോഡ്സാണ്. ഇതിന് മെയിനായിട്ട് കുറച്ച് മോഡ്സ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ബാറ്ററി ട്യൂബുലാർ ബാറ്ററിയാണ്, ഹൈറ്റ് കൂടിയ ബാറ്ററി ആണെങ്കിൽ ട്യൂബുലാർ മോഡിലും, ഹൈറ്റ് കുറഞ്ഞ ബാറ്ററി ഫ്ലാറ്റ് പ്ലേറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ് പ്ലേറ്റ് മോഡിലും, ഓട്ടോമോട്ടീവ് ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ SMFലുമാണ് നമ്മൾ ഇടേണ്ടത്. ഈ സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാവരും ട്യൂബുലാർ ബാറ്ററി തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം അത്യാവശ്യം നല്ല വാറണ്ടിയും അതുപോലെ തന്നെ പവറും കൂടിയ ബാറ്ററിയാണ് ട്യൂബുലാർ ബാറ്ററീസ്. അപ്പോൾ അത് വാങ്ങിക്കുന്ന സമയത്ത് ഇത് ഫ്ലാറ്റിലോ അല്ലെങ്കിൽ SMFലോ ഇടുന്ന സമയത്ത് നമുക്ക് ബാറ്ററി സഫീഷ്യൻ്റായിട്ട് ചാർജ് ആവണമെന്നില്ല. അതുപോലെ തന്നെ ഫ്ലാറ്റ് പ്ലേറ്റ് ബാറ്ററി എടുത്തുകൊണ്ട് ട്യൂബുലാർ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കേസ് ആണ് മെയിനായിട്ട് നമ്മുടെ കസ്റ്റമർ സൈഡിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻസ്റ്റാളേഷന് ശേഷം ഇത് പ്രോപ്പർ അല്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്യൂസോ കാര്യങ്ങളിലോ പ്രശ്നം നമ്മൾ ഇവിടെ ബാക്ക് സൈഡിൽ ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നീട് നമ്മുടെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇൻവെർട്ടറുകളിൽ കാണുന്നത് ഈ LEDs എല്ലാം തന്നെ അറ്റ് എ ടൈം ബ്ലിങ്ക് ആയിക്കൊണ്ട് ഇത് ഓഫ് ആവുന്നത് കാണാം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു തകരാറ് കാരണമാണ് അത് നമുക്ക് വരുന്നത്. അത് മിക്കവാറും അതിൻ്റെ ബോർഡ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ആ സമയത്ത് മാത്രം നമ്മളൊരു ടെക്നീഷ്യനെ വിളിക്കുക. അല്ലാത്ത സമയത്ത് ഈ വീഡിയോയിൽ കണ്ട പോലെ നമ്മൾ ഓരോ ഇൻഡിക്കേറ്റർ നോക്കി മനസ്സിലാക്കുക, ബാക്കിലെ ഫ്യൂസ് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചാർജിങ് മോഡ് ട്യൂബുലാറാണോ ഓട്ടോമോട്ടീവ് ആണോ എന്ന് നോക്കി മനസ്സിലാക്കുക. എങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം കാര്യങ്ങൾക്കെല്ലാം ടെക്നീഷ്യനെ വിളിക്കേണ്ട ആവശ്യകത ഒരിക്കലും വരുന്നില്ല. അതിനുവേണ്ടി നമ്മളൊരു എക്സ്പെൻസ് എടുക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്കും കാര്യങ്ങൾക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.